കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്തവണത്തെ നിഘണ്ടുവിൽ തോൽവി മാത്രമേയുള്ളൂ. ഈ സീസണിൽ ഇതുവരെ ഒരാശ്വാസ ജയം പോലും കാണാത്ത വിധം തകർച്ചയുടെ പടുകുഴിയിലാണ് ടീം. ഒടുവിൽ കളി പഠിപ്പിക്കാനുള്ള പരിശീലകനെ മാറ്റിയിട്ടും ഫലം തഥൈവ. ഏറ്റവും ഒടുവിൽ റാങ്ക് പട്ടികയിൽ പിന്നിലായിരുന്ന ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിനോടും ദയനീയ പരാജയം. നിലവിൽ 7 കളികളിൽ 6 തോറ്റു, ഒരെണ്ണത്തിലോ സമനിലയും. തോൽവികൾ തുടർക്കഥയായതോടെ ആരാധകരും ടീമിൽ നിന്ന് അകന്നു തുടങ്ങി. നേരത്തെ തന്നെ പലതരത്തിൽ അതൃപ്തിയും നിരാശയും പ്രതിഷേധവുമെല്ലാം പ്രകടിപ്പിച്ച ആരാധക കൂട്ടം ഇപ്പോൾ ശക്തമായ എതിർപ്പുമായും രംഗത്തെത്തിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് തുടർ തോൽവികളുടെ പ്രത്യാഘാതമെന്നോണം മുൻ കോച്ച് ഡേവിഡ് കറ്റാലയെ ടീം പുറത്താക്കിയത്. പിന്നാലെ ഹോങ്കോങ്ങിന്റെ മുൻ കോച്ച് ആഷ്ലി വെസ്റ്റ്വുഡിനെ പുതിയ പരിശീലകനായി നിയമിച്ചു. അന്താരാഷ്ട്ര ഫുട്ബോൾ പരിശീലന രംഗത്ത് പരിചയസമ്പന്നനായ ഇദ്ദേഹം ബംഗളൂരു FCയെ 2 തവണ ഐ-ലീഗ് കിരീടത്തിലേക്കും 1 തവണ ഫെഡറേഷൻ കപ്പ് വിജയത്തിലേക്കും നയിച്ചിട്ടുണ്ട്. ATK പഞ്ചാബ് FC ടീമുകളെയും പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഈ നേട്ടങ്ങളെല്ലാം കണക്കിലെടുത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് സീസണിന്റെ മധ്യത്തിൽ വെച്ച് പരിശീലകനെ മാറ്റുന്നത്. നിലവിൽ 14 ടീമുകളുള്ള ISL റാങ്ക് പട്ടികയിൽ 13ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. പിന്നിൽ താരതമ്യേന ദുർബലരായ മുഹമ്മദൻസ് FC മാത്രം. 1ാം റാങ്കുകാരായ മുംബൈ സിറ്റിക്ക് 17 പോയിന്റ് ഉള്ളപ്പോൾ കേരളത്തിന്റെ സ്വന്തം ടീമിനുള്ളത് വെറും 1 പോയിന്റ് മാത്രമാണ്. 7 കളികളിൽ വെറും 3 ഗോൾ മാത്രമേ എതിരാളികളുടെ പോസ്റ്റിലേക്ക് വീഴ്ത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ആയിട്ടുള്ളൂ. ഇനി 6 കളികൾ മാത്രമേ ബാക്കിയുള്ളൂ. തോൽവികൾ തുടർച്ചയായതോടെ ബോയ്ക്കോട്ട് എന്ന കടുത്ത പ്രതിഷേധ രീതിയുമായി ടീമിന്റെ ഔദ്യോഗിക ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയും രംഗത്തെത്തി. ഇനി സ്റ്റേഡിയങ്ങളിൽ പിന്തുണയോ ആരാധകരുടെ കൂട്ടായ പ്രവർത്തനങ്ങളോ ഉണ്ടാകില്ലെന്നാണ് മഞ്ഞപ്പട വ്യക്തമാക്കിയത്. സ്പോർട്സ് ഡെസ്ക് കേരള പ്രണാമം.